നമസ്കാരം. കോട്ടയം ജില്ലയിൽ നീണ്ടൂർ ഗ്രാമത്തിൽ വന്ന് മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരും എല്ലാം സന്തോഷമായിട്ട് നമ്മളെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. സന്തോഷം. നമ്മളെ കണ്ണൂരുള്ളൊരു മുത്തപ്പന ഇവിടെ കോട്ടയം ജില്ലയിൽ വന്നിട്ട് ഇവർ കെട്ടിയാടിക്കാനും അവിടുന്ന് പ്രാർത്ഥന ചെയ്തിട്ട് ഇവിടെ ഗൃഹപ്രവേശത്തിന് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ച് കാലം കഴിഞ്ഞു ഇവിടെ മുത്തപ്പനെ കൂടി കാണണമെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എൻ്റെ പേര് ഷിജിൻ പെരുവണ്ണാൻ. കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ല് ചെമ്പിലോട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് മുത്തപ്പൻ വെള്ളാട്ടോ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിന് മുകളിലായി. മറ്റു പല കോലങ്ങളും കഴിക്കാറുണ്ട്. ഇവിടെ ഈ ദേശത്ത് വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. മുത്തപ്പൻ വെള്ളാട്ടം പൊതുവേ ഞങ്ങളുടെ ദേശത്ത് മംഗളപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയത്ത് വീട്ടിൽ വെച്ചിട്ടും മടപ്പരകളിലും പൊടിക്കളത്തിലും പൊതുവേ കഴിച്ചു വരുന്നതാണ്. ഇന്ന് ഇവിടെ ഇവരൊരു പ്രാർത്ഥന കൂട്ടി ഇവിടെ മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കർമ്മത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഈ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ ഗ്രാമത്തിൽ വന്നു. സന്തോഷമായി. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷമായി. പൊതുവേ തെയ്യത്തിലായാലും മുത്തപ്പൻ വെള്ളാട്ടത്തിലായാലും പല കാര്യങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ സമ്പൂർണ്ണതയിലെത്തുക. അത് ഗീതത്തിൻ്റെ നടന, വാദ്യ, അലങ്കാരം എന്നൊക്കെയാണ് പറയുക. പൊതുവെ നടനായിക്കോട്ടെ, വാദ്യമായിക്കോട്ടെ, ഗാനമായിക്കോട്ടെ, ചിത്രരചന ആയിക്കോട്ടെ, അലങ്കാരത്തിൻ്റെ വേഷഭൂഷാദികളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിക്കഴിഞ്ഞാലാണ് ഒരു തെയ്യം സദസ്സിൽ എല്ലാവർക്കും ശോഭിക്കുന്ന രൂപത്തിലെത്തുക. അതിന് ഓരോ തെയ്യത്തിനും ഓരോ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ചെയ്തത് മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെ അനുഭവമാണ്. മുത്തപ്പൻ വെള്ളാട്ടത്തിന് പൊതുവെ മഞ്ഞൾ, മഷി അങ്ങനെയുള്ള അവസ്ഥ കൊണ്ടാണ് നമുക്ക് മുഖമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ആടയാഭരണങ്ങളും ധരിച്ചിട്ടാണ് പൊതുവെ കോലത്തിലായിട്ട് രൂപത്തിലായിട്ട് വരിക. തെയ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ തെയ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലബാറുകാർക്ക് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പൊതുവെ എല്ലാവരും നമുക്ക് ഉറഞ്ഞുരിയാടുന്ന തെയ്യങ്ങളാണ്. നമുക്ക് മനുഷ്യന്മാരെന്നെ കെട്ടി ഉരിയാടുന്ന തെയ്യങ്ങളായിട്ടാണ് സംഭവം. ഭക്തിയോടെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊരു രൂപത്തിലല്ലാതെ തെയ്യങ്ങളെ അരുൾപ്പാടും കലാശങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു അവസ്ഥയാണ് നമ്മളെ തെയ്യത്തിൻ്റെ മേഖലയിൽ കണ്ണൂർ ജില്ലയിലും അനുബന്ധ പ്രദേശങ്ങൾ മലബാർ ഏരിയയിൽ പൊതുവെ അങ്ങനെ ചെയ്തു വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തിനെ പൊതുവെ കോട്ടയംകാർക്ക് ഇത് അത്ര ചിരപരിചിതമായിരിക്കുന്ന കാര്യമായിരിക്കില്ല. കണ്ണൂരുകാർക്ക് പൊതുവെ മുത്തപ്പൻ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലാണ് മുത്തപ്പൻ്റെ ഒരു വാസം എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അവർ മംഗളപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയത്ത് ആദ്യം മുത്തപ്പന് പൈങ്കുറ്റി കൽപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഭൂരിപക്ഷ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളെ കണ്ണൂരുള്ള ആൾക്കാർ. ഇവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നു നിന്നു, മുത്തപ്പനെ വിശ്വസിച്ചു, അവരെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടുകൂട്ടി ഇന്നിവിടെ അവരെ ഗൃഹത്തിൽ മുത്തപ്പനെ വിളിച്ചു വരുത്തണമെന്ന് കരുതി അവരെ ഗൃഹത്തിൽ മുത്തപ്പനെ വിളിച്ചു വരുത്തി കാര്യകർമാദികളൊക്കെ ചെയ്തു. സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ദൈവവും വലിയ ദൈവം എന്ന് പറയുന്നത് മഹാദേവനും മഹാവിഷ്ണു സങ്കല്പത്തിലാണ്. ഇവിടെ ഇപ്പോൾ കെട്ടിയാടുന്നത് മഹാദേവ സങ്കല്പത്തിലാണ്. കൈലാസനാഥൻ എന്ന് പറയും. തിരുവപ്പന രൂപത്തിൽ വരുന്നത് വൈകുണ്ഠനാഥാണ്. അതായത് മഹാവിഷ്ണു സങ്കല്പത്തിൽ, അതായത് വാടിക്കുറ്റി അമ്മക്ക് സന്താനഭാഗ്യമില്ലാതെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ മഹാവിഷ്ണു ശംഖുചക്ര പതാപൽപ്പത്തോട് കൂടിയിട്ട് ഉത്ഭവിച്ചു. അന്ന് വാടിക്കുറ്റി അമ്മക്ക് ബാലരൂപത്തെ കാണിച്ചു കൊടുത്തു. ബാലരൂപത്തിൽ അമ്മ എടുത്ത് അയ്യങ്കരിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് 12 വർഷം പാലാലും പഴത്താലും മെയ്വലത്തി
അതിനുശേഷം കാടിലേക്ക് കയറിപ്പോയി ചങ്ങായിമാരൊപ്പം. അന്ന് മധുവിന് മാസത്തിനും അല്പപ്രായനായിട്ട് വന്നു. അന്ന് ഇല്ലത്ത് വന്ന് ചുട്ടും കരിച്ചു. കിട്ടുന്ന പ്രാവിനെയും മുള്ളനെയെല്ലാം ചുട്ടും കരിച്ചു. ഇല്ലത്ത് മണം വായിച്ചു മാത്രം. അന്ന് കണ്ടുവന്ന അയ്യങ്കര ഇല്ലത്തെ നാനാർ എൻ്റെ മകൻ നിമിത്തം ഇല്ലം മുടിഞ്ഞു പോകുന്നു പറഞ്ഞു. അന്ന് ക്രോധത്തോടെ വന്ന ഭഗവാൻ അമ്മയെ എന്താണെന്ന് പറഞ്ഞത്. ഞാനൊന്നും കേട്ടില്ല എൻ്റെ പൊന്മകയെ എന്ന് പറഞ്ഞു. സ്നേഹനിമിത്തം അമ്മയൊന്നും പറഞ്ഞില്ല. മകൻ പറഞ്ഞു, അമ്മ കേൾക്കാതെ തിരിച്ചുവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒട്ടും നിൽക്കില്ല. ഞാൻ മലകാലം കൊണ്ട് സംഭവിക്കുക. നിൻ്റെ കണ്ണ് കണ്ട് ഭയപ്പെട്ടു പോകും. നിൻ്റെ കണ്ട് ഭയപ്പെട്ടു പോയി ഞാൻ നിന്നെ കാണാൻ വരുന്ന ഭക്തന്മാർക്ക് എന്താ ഉപായം? അന്ന് പൊയ്ക്കൻ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ മലനാട് കൂടെ സഞ്ചരിച്ചു. അവിടെ സഞ്ചരിച്ചപ്പോൾ ദാഹം വന്നു. അന്ന് ശിവവാന അമ്മ തന്നെ വീണ്ടും പ്രാർത്ഥിച്ചു. അന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, നിനക്കെന്ത് ആയുധം വേണം എന്ന് ചോദിച്ചപ്പോൾ തോക്കുമ്മ കത്തിയെടുത്തു എന്ന് പറഞ്ഞു. തോക്കുമ്മ കത്തിയെടുത്ത് കഴിഞ്ഞാൽ എന്നെ പടനായകനെ എന്ന് ചൊല്ലുന്നു. പിന്നെ എന്താ പൊരുത്തം പൊന്മകനെ ചോദിച്ചപ്പോൾ വാളും പരിചയമുള്ളൂ, അന്നും പടനായകനെ എന്ന് ചൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തൂവില്ലാതെ അമ്പു മൂടില്ലാതെ ചുരുകിയും പൊരുത്തമായിക്കൊണ്ട് എനിക്കാരാണ് ചങ്ങായിമാരായിട്ട് വരിക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, 4 ചെന്നായി കുഞ്ഞുങ്ങളും 4 ഒരിക്കിടാനങ്ങളും പുലിക്കിടാനങ്ങളും എൻ്റെ കൂടെ വന്നോളും. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം ചുരുക്കത്തിൽ. എൻ്റെ പേര് വിക്സൺ ബാബു. ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഇവിടെ ആയുർവേലിയിൽ ബാബു ഐബി രണ്ടുപേരുടെ മകനാണ് ഞാൻ, മൂത്ത മകനാണ് ഞാൻ ഈ മുത്തപ്പൻ്റെ വഴിപാട് സത്യം പറഞ്ഞ ഇവിടെ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായത് എനിക്കൊരു ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗ്രഹത്തിൽ എൻ്റെ ഒരു പുതിയൊരു വീട് വേണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും മനുഷ്യസഹജമായി ചെയ്യുന്നത് പോലെ ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെല്ലാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ്, എൻ്റെ ഭാര്യയുടെ വീട് കണ്ണൂരാണ്. അപ്പം അവിടെ ചെന്ന് ഒരു പ്രത്യേക ഒരു പ്ലാനിങ്ങിലൂടെ ഒന്നും ചെന്നതല്ല. അവിടെ ചെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പരസ്പരക്കട മുത്തപ്പൻ്റെ അടുത്തൊന്നും ചെല്ലാം, അവിടെ നിന്ന് പോയി കാണാം, അപ്പോൾ അവിടുത്തെ രീതികളൊക്കെ ഒന്ന് അറിയാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വളരെ ദൈവികമായിട്ടും വളരെ എന്താ പറയുക, നമുക്ക് കാഴ്ചകൾക്കപ്പുറം പറഞ്ഞാൽ അതീതമായി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മുത്തപ്പനെ കണ്ടു. അവിടെ വെച്ച് ഞാൻ മടപ്പുരയിൽ തൊട്ട് ഒരു നേർച്ച നേർന്നു, എനിക്കൊരു വീട് നൽകുവാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ നീണ്ടൂർ വെച്ച് മുത്തപ്പൻ്റെ വെള്ളാട്ടം നടത്തിക്കോളാം എന്നൊരു നേർച്ച നേർന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു 3 വർഷത്തോളമായി എനിക്ക് വീട് ലഭിച്ചിട്ട് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റി, വളരെ സന്തോഷത്തോടുകൂടി. അവിടെ ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലെ ഒരു അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആ വെള്ളാട്ടം നടത്തി. ഇവിടെ ഞാൻ അമ്പലത്തിലേക്കൊരു വഴിപാടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ഭഗവതിയെ നേരിട്ട് കണ്ട് അനുവാദം വാങ്ങി തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു വഴിപാട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. തിരിച്ചു വരുമ്പോൾ നമ്മുടെ വഴിയിലുള്ള എല്ലാ ഒരു എന്താ പറയുക, ജാതി മത ഭേദമന്യേ എല്ലാവരും വിളക്കുകൾ വയ്ക്കുകയും മുത്തപ്പൻ അവിടെ കയറുകയും അങ്ങനെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താ നമ്മൾ പെട്ടെന്ന് ഓരോ നിമിത്തങ്ങൾ പോലെ മുന്നോട്ട് വരുന്നു. ചെയ്യാൻ പ്ലാൻ ചെയ്തത് മുത്തപ്പൻ പോകുമ്പോൾ വിളക്ക് വയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ പ്ലാൻ. അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിലും ക്രൗഡ്സ് ഭയങ്കര കൂടി. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും കൂട്ടത്തിൽ നല്ല ക്രൗഡായി. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ ഒരു വെള്ളാട്ടം അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഏകദേശം പിറ്റേ ദിവസം വെളുപ്പിനെ 4 മണിയോട് കൂടിയാണ് വെള്ളാട്ടം അവസാനിച്ചത്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പുറകെ ജനലക്ഷങ്ങളായിരുന്നു നീണ്ടൂരിൽ വരികയും വീട്ടിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും മേലെ ആളുകൾ ഉണ്ടായിരുന്നു.
അതൊക്കെ കണ്ടപ്പോൾ നമുക്കും വളരെ ഹാപ്പിയായി, സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ ഒരു കോട്ടയത്ത് ആദ്യമായിട്ട് അല്ലെങ്കിൽ നീണ്ടൂർ ആദ്യമായിട്ട് ഇത് ചെയ്തപ്പോൾ ഇത്രയും ക്രൗഡ് വരികയും അത് ജനങ്ങളിലേക്ക് എത്തുകയും മുൻ കാലഘട്ടങ്ങളിൽ അത് ചെയ്യാൻ പറ്റണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത് കണ്ടപ്പോൾ നമുക്ക് പ്രചോദനവും തോന്നി. ഇത് ഇത്രയും ജനങ്ങൾ വന്നിങ്ങനെ കാണുമ്പോഴും മുത്തപ്പനോട് സംസാരിക്കുമ്പോഴും അതൊരു എല്ലാവരും പറയുന്ന പോലെ അതൊരു ആൾ ദൈവമോ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട്, ഒരു എന്താ പറയുക, ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്താതെ, അതായത് എനിക്ക് പറ്റിയ ഒരബദ്ധം എന്ന് പറയാൻ വേണേ, ഞാൻ എൻ്റെ ബന്ധുക്കളെയും എൻ്റെ നാട്ടുകാരെയും മാത്രം അതിൽ ക്ഷണിക്കുകയും അമ്പലത്തിലെ നോട്ടീസിൽ പരസ്യം വന്നപ്പോൾ വലിയ രീതിയിലെ പരസ്യം കൊടുക്കാതിരിക്കുകയും അത് ഞാൻ ഇത്രയൊന്നും വിചാരിച്ച് വരാതിരിക്കാൻ വേണ്ടി ചെയ്തില്ല. പക്ഷേ ആ മുത്തപ്പൻ ദൈവം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ അത് വന്നു. അതിൽ സന്തോഷമുണ്ട്. അത് അറിയിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ നാട്ടിൽ നീണ്ടൂർ ഇത് ആൾക്കാർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.